2030 ഞങ്ങളുടെ ലൈനപ്പിനെ മൊത്തം ഇലക്ട്രിക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാണ് എന്ന് വോൾവോ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നൊരു മോഡലായിരുന്നു XC40. പക്ഷേ XC40ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതൊരു ബോൺ ഓൺ ഇലക്ട്രിക് വാഹനമായിരുന്നില്ല. പകരം നേരത്തെ ഉണ്ടായിരുന്ന IC എഞ്ചിനെ ഇലക്ട്രിക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം വോൾവോ പ്രഖ്യാപിച്ച അവരുടെ ഏറ്റവും പുതിയ മോഡലായിരുന്നു വോൾവോ C40. വോൾവോ C40യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബോൺ ഇൻ ഇലക്ട്രിക് വാഹനമാണ്. അതായത് പെട്രോളിനകത്തൊന്നും അവൈലബിൾ അല്ല, ഇലക്ട്രിക്കിനകത്ത് മാത്രം അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വാഹനത്തെക്കുറിച്ച് സംസാരിക്കാം, ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറുകളെ കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലുക്ക് വൈസ് ഇതൊരു വോൾവോ വാഹനം തന്നെയാണ് എന്ന് വളരെ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ മികവുകൾ വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ട XC40-നടുത്തും അതുപോലെ തന്നെ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള പല വാഹനങ്ങളുമായിട്ടും XC40 റീചാർജിനുമായിട്ടും ഒക്കെ വളരെ പെട്ടെന്ന് സാദൃശ്യം തോന്നുന്ന ഫ്രണ്ട് പ്രൊഫൈലാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് എന്ന് പറയാം. പ്രധാനമായിട്ടും നമ്മുടെ ത്രോൺ ഹാമർ LED ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സൽ LED സിസ്റ്റം ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് C40-കകത്താണ്. അത് നേരത്തെ XC40-കകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം, അതൊരു ഹൗസിംഗ് ഒക്കെ കൊടുത്ത് ശരിക്കും ഈ ഒരു കളർ ടോണും നല്ല രസമുണ്ടല്ലോ. അതിനകത്ത് ആ പിയാനോ ബ്ലാക്ക് എലമെൻറ്റുകളൊക്കെ നല്ല ഭംഗിയുണ്ട്. ക്ലോസർ ആയിട്ടുള്ള ഗ്രില്ല്, കാരണം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്, അത്രയധികം ബ്രീത്തിങ് സിസ്റ്റം ആവശ്യമില്ല. വോൾവോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, അതിനകത്ത് നമുക്ക് 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ബമ്പർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഈ ബമ്പർ യൂണിറ്റും നേരത്തെ നമ്മൾ കണ്ട് ശീലിച്ച പോലെ തന്നെയാണ്, ചെറിയൊരു ചേഞ്ചസ് മാത്രമാണ് ബമ്പർ യൂണിറ്റിനകത്ത് വന്നിട്ടുള്ളത് എന്നതാണ്. ഇതെല്ലാം കൂടി ചേരുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച വോൾവോ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. വോൾവോ C40 ഒരു ക്രോസ് ഓവർ SUV ആണ് എന്ന് നമുക്ക് പറയാം. ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, വീലുകൾ 19 ഇഞ്ച് വീലുകളാണ്. ഡ്രാഗ് കോയിഫിഷ്യൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ക്ലോസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡുവൽ ടോൺ പാറ്റേണിനകത്തും അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ ലൈനുകളൊക്കെ നന്നായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പിയാനോ ബ്ലാക്കിനകത്താണ് സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുള്ള ഇൻഡിക്കേറ്റർ, ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ട് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. ഇതിനകത്ത് കീലെസ് എൻട്രി സിസ്റ്റം പോലെ തന്നെ കീലെസ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം കേട്ടോ, അതിനെക്കുറിച്ചും കൂടി പറയാം. പിന്നെ ഈ ഒരു കൂപ്പ് സ്റ്റൈല് നല്ല ഭംഗിയുണ്ടല്ലോ. ഈ ഒരു ഭാഗമാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിന് അകത്തേക്ക് കയറുമ്പോൾ എങ്ങനെ ഉണ്ടാവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇതാണ് നമ്മുടെ ചാർജിങ് ഏരിയ വരുന്നത്. DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന്, അതായത് ലെസ് ദാൻ ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ നമുക്കിത് ചാർജ് ചെയ്തെടുക്കാം. 0 to 80% എന്നുള്ളതൊരു ഹൈലൈറ്റാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്, വിശദമായിട്ട് ആ സമയത്ത് പറയാം. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ടിൻ സ്പോയിലേഴ്സ് ആണ് എന്ന് പറയാം. ഇവിടെ നമുക്കൊരു സ്പോയിലർ യൂണിറ്റ് കാണാം. ഇത് ശരിക്കും അല്ലേ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഷാർക്ക് ഫിൻ ആൻറ്റിന അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു സ്പോയിലർ യൂണിറ്റ് കാണാം. അപ്പോൾ അത് രണ്ടും കൂടി എയറോഡൈനാമിസം പ്രോപ്പർ ആവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. വിശ്വവിഖ്യാതമായിട്ടുള്ള വോൾവോ ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇവിടെ കാണാം. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ട പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ രാത്രി നല്ല രസമുണ്ടാവും, ഒരു യുനീക്ക്നെസ് അത് ക്രിയേറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് റീചാർജ് ട്വിൻ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. കാരണം ചില 2 മോട്ടറുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, ട്വിൻ മോട്ടോഴ്സ്. വോൾവോ എന്ന് പറയുന്നൊരു ബാഡ്ജിങ്, അതുപോലെ തന്നെ C40 എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഇതിനകത്ത് റിയർ വൈപ്പർ യൂണിറ്റ് കൊടുത്തിട്ടില്ല. ഇവിടെ വൈപ്പർ യൂണിറ്റ് കൂടി കൊടുത്താൽ നല്ലതായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. വിസിബിലിറ്റി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അകത്ത് കയറി നിന്നിട്ട് നോക്കണം. അതായത് റിയർ വ്യൂ മിറർ വഴിയുള്ളൊരു കാര്യം എന്നുള്ളത്. ഇനി ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഏകദേശം 300 ലിറ്ററോളം ബൂട്ട് കപ്പാസിറ്റി ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം ഉണ്ടോ, വെള്ളം ഇറ്റുന്ന നോക്കിയാൽ അതിപ്പോൾ വാഷ് ചെയ്തുകൊണ്ടാണ്, പക്ഷേ ഇതിനകത്തേക്ക് ഇറ്റുന്നുണ്ട്. അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇത് മൊത്തം ഓപ്പൺ ആക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 1 ടച്ച് ഓപ്പൺ ആൻഡ് 1 ടച്ച് ക്ലോസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിന് താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വോൾവോക്ക് കുറച്ചധികം ഹൈലൈറ്റ്സുകളുണ്ട്. ഇപ്പം ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, അപ്പോൾ ഇതിമ നമുക്ക് ലഗേജ് തൂക്കിയിടാനുള്ള ഫെസിലിറ്റിയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. ഇതിമ പറ്റില്ല, ഇതിമ പറ്റും. അതൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് പാർസൽ ട്രേ, കുഴപ്പമൊന്നുമില്ല. ഇത് ബട്ടൺ വോൾവോ C40 അല്ല കേട്ടോ, വേറെ ഏതോ വണ്ടിയാണ്. കുഴപ്പമില്ല, ബട്ടൺ വിട്ടുകളയാം. ഇനി നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കീലെസ് എൻട്രിയാണ്, അതുപോലെ തന്നെ കീലെസ് ഓൺ ദ ഗോ എന്ന് പറയുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സീറ്റുകളെ കുറിച്ച് പറഞ്ഞ് ആരംഭിക്കാം എന്നുള്ളതാണ്. പവേർഡ് ആയിട്ടുള്ള സീറ്റുകളാണ്. നമുക്ക് തൈ സപ്പോർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി ഒരു മിനിമലിസ്റ്റിക് ഇൻറ്റീരിയർ ആണ് എന്ന് പറയേണ്ടി വരും. കാരണം വെച്ചാൽ അങ്ങനെ കാര്യമായിട്ട് ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും എവിടേക്കോ നമുക്കൊരു XC40 ടച്ച് അല്ലെങ്കിൽ ഒരു വോൾവോ ടച്ച് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്റ്റിയറിംഗ് വീലും ആ ഒരു വെർട്ടിക്കൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വരുന്ന സമയത്ത് ഇതൊരു വോൾവോ വാഹനമാണ് എന്ന് പറയാതെ നമുക്ക്
ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ C40 ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എവിടേക്കോ നമുക്കൊരു ലെതർ എലമെൻറ്റുകളൊക്കെ ഫീൽ ചെയ്യുന്നു. ഉദാഹരണത്തിന് ആ സീറ്റിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലെതർ മെറ്റീരിയൽസ് കാര്യങ്ങൾ കാണാം. പക്ഷേ ഇത് ആക്ച്വലി ലെതർ അല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ആനിമലിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ലെതർ മെറ്റീരിയലുകളും കൊടുത്തിട്ടില്ല എന്നാണ് വോൾവോ അവകാശപ്പെടുന്നത്. അതൊരു നല്ല മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഡോർ സൈഡിൽ നിന്ന് ആരംഭിക്കാം. നമുക്ക് ഹർമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ഒരു പ്രത്യേക പാറ്റേൺ. ഇത് ആ ഒരു സ്വീഡിഷ് മലനിരകളും അതുപോലെ തന്നെ കർവുകളും ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നാണ് വോൾവോ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ശരിയൊരു ലാമ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ, ഒരു ആംബിയൻ ലൈറ്റിൻ്റെ ഭാഗമായിട്ട്. പവർ വിൻഡോ കൺട്രോൾസ്, മിററിൻ്റെ കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഈ മെറ്റീരിയലും ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയൽ. എനിക്ക് തോന്നുന്നത് വേറെ കളറിലൊക്കെ അവൈലബിൾ ആണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ആ ഒരു ലെതർ പാറ്റേൺ ആണ്, ലെതർ പാറ്റേൺ ആണ് എന്നാണ് ഉള്ള മറ്റൊരു ഹൈലൈറ്റ്. കൊള്ളാം. ഇനി നമുക്ക് വാഹനത്തിനകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് ഒരു കൂപ്പെ വാഹനമാണ് എന്നിരുന്നു കഴിഞ്ഞാലും ഓക്കെ, എനിക്കൊരു 5 പേരിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാനേ മ്യൂസിക് ഒന്ന് കേൾപ്പിച്ചു തരാം. വോൾവോൻ്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള മ്യൂസിക്. അടിപൊളിയാണ്. ഓവർ കേൾപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരും എന്നുള്ളതുകൊണ്ട് ആർക്കെങ്കിലും ഒന്ന് അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് കയറി കേട്ടാൽ മതി. നല്ല അടിപൊളി വെറൈറ്റി സംഭവമാണ്. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വാഹനത്തിനകത്തേക്ക് കയറിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഓൺ ആവും എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രൈവ് മോഡിലേക്ക് ഇടുക, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്റ്റിയറിംഗ് വീല് കുറച്ചും കൂടി ഒരു മിനിമലിസ്റ്റിക് സ്റ്റിയറിംഗ് വീൽ കോൺസെപ്റ്റാണ്. വോൾവോ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോൺ വരുന്നത്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ നമുക്കിവിടെ കാണാം. പക്ഷേ എനിക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, AC വെൻറ്റുകൾ വെർട്ടിക്കലി കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്കും അതിനകത്ത് ഒരു ക്രോം എലമെൻ്റൊക്കെ കൊടുത്ത് കുറച്ച് റിച്ച് ആയിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സാധനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടിക്കറ്റ് ഹോൾഡർ. അതായത് നമ്മൾ വാഹനം പുറത്ത് നിർത്തി പോകുന്ന സമയത്തൊക്കെ നമ്മളുടെ കാർഡ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഹോൾഡർ നമ്മൾ സ്കോഡ വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സെറ്റപ്പാണ്. ഇനി ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വ്യൂ പലതരത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നാവിഗേഷൻ നമ്മൾ ഇതിനകത്ത് കോൾ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ നാവിഗേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. ഇനി ഇത് വോൾവോയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വേർട്ടിക്കൽ ഡിസ്പ്ലേ നമ്മൾ പലപ്പോഴായിട്ട് കണ്ട് ശീലിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ ഇത് വോൾവോ ആണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ക്ലൈമറ്റ് കൺട്രോളൊക്കെ ഇതിനകത്താട്ടോ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സെറ്റിങ്സ് ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പോയി സെറ്റ് ചെയ്യണം. ഫിസിക്കൽ ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. റിയർ മാക്സിമം, ഫാൻ്റെ സ്പീഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ക്യാമറ വിസിബിലിറ്റി 360 ഡിഗ്രി ക്യാമറ വ്യൂ ഉണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് ടച്ച് ചെയ്യാം. ഈ വിസിബിലിറ്റി റിയർ ക്യാമറ ഉണ്ട്. അതായത് കുറച്ച് താന്നു പോയോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുകളിലേക്ക് കാണേണ്ടതല്ലായിരുന്നോ? എനിക്കങ്ങനെ തോന്നി. ഇനി എൻ്റെ മാത്രം തോന്നലാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. 360 എടുക്കാം. ചെറിയ വിസിബിലിറ്റി മാത്രമേ കാണിക്കുള്ളൂ. ഈ ഡിസ്പ്ലേ മൊത്തം കാണിച്ച എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ആകെ അത് കാണാൻ വേണ്ടിയിട്ടല്ലേ ക്യാമറ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോട്ടെ. ഇനി മറ്റ് കൺട്രോളുകളിവിടെ കാണാം. വോളിയം കൺട്രോൾ, ഹസാർഡ് ലാമ്പ്, അതുപോലെ തന്നെ വിൻഷീൽഡിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 12 വോൾട്ട് ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ C2 കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജറും നോർമൽ ചാർജർ പോലെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റും താഴെ കാണാൻ പറ്റും. അതിന് 2 സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡയനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ ഉണ്ട്. ഇതിലൂടെ നോക്കുന്ന സമയത്ത് ബാക്കിലത്തെ വിസിബിലിറ്റി കുറച്ച് കുറവാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വിൻഷീൽഡ് അങ്ങനെ ആവുന്ന, എനിക്കൊന്നും ആ വിൻഷീൽഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വൈപ്പർ യൂണിറ്റ് കൊടുക്കാത്തത് ബാക്കിലത്തെ. പിന്നെ അതുപോലെ തന്നെ ഇതിലൂടെ നോക്കുന്ന സമയത്ത് വിസിബിലിറ്റി കുറച്ച് കൺജസ്റ്റഡ് ആവുന്ന പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര സ്പേസ് ഇല്ല ബാക്കിലേക്ക് കാണാൻ എന്നാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു കാര്യം, ഇവിടെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ അകത്താണ് നമ്മളുടെ സൺറൂഫിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തില്ല. ആക്ച്വലി ഇതൊരു സൺറൂഫ് എന്ന് പറയാൻ പറ്റില്ല, മൂൺ റൂഫ് എന്നാണ് പറയുന്നത് അല്ലേ. ഇതൊരു ക്ലോസിങ് ഒന്നുമില്ല, അതിങ്ങനെ ഓപ്പണായി നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഓപ്പണായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതായത് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഷീൽഡ് വെച്ച് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇതിങ്ങനെ ഒരു ഓപ്പൺ റൂഫ് പോലെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സംഭവം ആക്ച്വലി നൈസാണ്. പക്ഷേ ഭയങ്കര ചൂടാവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം കണ്ടുതരണം. പക്ഷേ ഇത് കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്ക് കൂളിംഗ്. കാരണം ഇപ്പോൾ ഇതിലൂടെ നോക്കിയാൽ പുറത്തേക്ക് കാണുന്ന വിഷ്വലും അതുപോലെ തന്നെ ഇതിലൂടെ നോക്കിയാൽ കാണുന്ന വിഷ്വലും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. നല്ല കട്ടിയുള്ള കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ചൂടുള്ളിലേക്ക് വരില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാലും AC കുറച്ച് പണിയായിരിക്കും. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ആഷ്ട്രേ പോലത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് തോന്നിയില്ലേ?
ചെറിയ സെറ്റപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്മിഷൻ ഇത് നല്ല ഭംഗിയുണ്ട്, വളരെ ഈസി ടു യൂസ് ആട്ടോ. നമ്മൾ വന്ന് കയറിയിരുന്ന് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഡ്രൈവ് താഴേക്കും റിവേഴ്സ് മുകളിലേക്കും കൂടെ ഉണ്ടാകും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ നൈസാണ്. ഇടയിൽ ഒരു ന്യൂട്രൽ വന്ന് ചാടുന്നൊന്നുമില്ല. ഓക്കെ, ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ എടുത്ത് ഊരി കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും, ആ തരത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും നേരത്തെ പൊക്കിയ സമയത്ത്, പിന്നെയും വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള. ഇനി ഇവിടെ ഗ്ലോ ബോക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്പേഷ്യസ് ആണ്, ഓക്കെയാണ്. അതായത് ഞാനിപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ 6 അടി ഉയരമുള്ള, അപ്പോൾ എല്ലാവരും പറയലുണ്ട് എല്ലാ വീഡിയോയിലും 6 അടി എന്തിനാണ് പറയണമെന്ന്. പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് എൻ്റെ ഹൈറ്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്, ഞാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ 5-6 വിരലിൽ കൂടുതൽ ഗ്യാപ്പ്, നല്ല ഗ്യാപ്പ് ഉണ്ട് എനിക്ക്. അപ്പം തല മുട്ടുന്ന വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. വിസിബിലിറ്റിയും ഓക്കെയാണ്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. സീറ്റ് റൗണ്ട് ഇതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലും വലിയ തെറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റിയറിംഗ് വീലൊക്കെ കുറച്ചൊരു കട്ടിയും കനവും ഒക്കെ ഉള്ളൊരു ഫീൽ, അത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്ക് റിയർ സീറ്റും കൂടി ഒന്ന് നോക്കാം. നമ്മൾ റിയർ സീറ്റിലേക്ക് പോകുന്നത് ഒരു കൂപ്പ് വാഹനം ആയതുകൊണ്ട് തന്നെ കൺജസ്റ്റഡ് ആണോ എന്നുള്ളൊരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ കയറുന്നത്. തല തട്ടുമെന്നൊരു പേടിയുണ്ട്, പക്ഷെ തട്ടിയില്ല. സീറ്റിൽ തൈ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, കുറച്ചൊരു കുഞ്ഞ് സീറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ലെഗ് റൂം ഉണ്ട് കേട്ടോ, ഒരു 2.5 വിരൽ ഗ്യാപ്പ്, 3 ഞാൻ തികച്ചും പറയുന്നില്ല. ഓക്കെ, അത്രയും സ്ഥലമാണ് എനിക്കുള്ളത്. അങ്ങനെ കാലങ്ങനെ നീട്ടി വെച്ചിരിക്കാനൊന്നും പറ്റില്ല, ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. പക്ഷേ ഓക്കെയാണ്, നമുക്ക് അത്യാവശ്യം യാത്ര ചെയ്യാം. പിന്നെ ഈ സീറ്റ് ഇപ്പം ഞാൻ കുറച്ചും കൂടി ബാക്കിലേക്കാണ്, ഇത് കുറച്ചും കൂടി മുന്നിലേക്കാണ്. അപ്പോൾ ഒരു 3.5 വിരൽ ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ആ തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ടണൽ വന്നിട്ടുണ്ട്, ആ ഒരു ഭാഗം നമുക്ക് കാണാം. അതുപോലെ തന്നെ AC വെൻറ്റുകളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. സീറ്റ് ഞാൻ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നില്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ അല്ലേ ആ തരത്തിൽ. പിന്നെ തലമുട്ടോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാലും തലമുട്ടുന്നില്ല. ഇപ്പോൾ എത്ര വിരൽ ഗ്യാപ്പ് ഉണ്ട്? 2 വിരൽ ഗ്യാപ്പ് എനിക്കിതിന് ഇടയിലൂടെ ഉണ്ട്. കൈ ഇങ്ങനെ കൊണ്ടുപോകാൻ വയ്യ. ഓക്കെ, 2 വിരൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും എന്നതാണ്. ഇനി ഇവിടെ ആംബ്രസ്റ്റ്, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ആട്ടോ, ഹെഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് വോൾവോ C40 സെക്കൻഡ് റോ. വീഡിയോയിലിടയ്ക്ക് ഞാൻ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് 300 സംതിങ് ലിറ്റർ എന്നെന്തോ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും 413 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിന് അതൊരു ഫ്രങ്ക് സ്പേസ് ഉണ്ട്, അത് ഏകദേശം 31 ലിറ്ററാണ്. അത് ഓപ്പൺ ആക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ശരിക്കും ഇതിനകത്തൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് എവിടെയാണെന്ന് കണ്ടെത്താൻ ഈ വോൾവോൻ്റെ ലോഗോ ഇല്ലേ, ഈ ലോഗോൻ്റെ ആരോ ഇല്ലേ, ഈ ആരോനെ നേരെ വന്നിട്ട് ഇവിടെ തപ്പി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്രങ്ക് സ്പേസ് വരുന്നത്, 31 ലിറ്റർ. ആക്ച്വലി ഭയങ്കര പർപ്പസുകൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ചാർജറൊക്കെ ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അതായത് ഇത് ഇലക്ട്രിക് ആണല്ലോ, അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ചാർജിങ് കേബിളോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. വേറെ ഇതിനകത്തൊന്നും പറയാനില്ല. വാഷർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനുള്ളൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ തന്നെയും ക്ലോസ്ഡാണ് എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് 78 kWh ഒരു ബാറ്ററി പാക്കാണുള്ളത്. അത് ഒറ്റ ചാർജിൽ, അതായത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ 530 കിലോമീറ്റർ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. 0 to 100 ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 4.7 സെക്കൻഡാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന XC40നേക്കാളും 2 സെക്കൻഡ് ഫാസ്റ്ററാണ് എന്ന് പറയാം. 408 ഹോഴ്സ് പവറും 230 Nm ടോർക്കുമാണ് ഈ മെഷീൻ. അതായത് ഈ ഒരു 2 മോട്ടറും 78 kWh ബാറ്ററിയും ഒക്കെ കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. നമ്മളെ C40 ഒന്ന് റിയലൈസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് ഡ്രൈവിന് എടുത്തിരിക്കുകയാണ്. ശരിക്കും ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കിൻ്റെ എല്ലാ ക്യാരക്ടറുകളും നമുക്ക് ഈ വാഹനത്തിനകത്തുനിന്ന് കാണാം. പെൻഡ്രോ സൈലൻ്റ് ആണ്. അതുപോലെ തന്നെ ഇനീഷ്യൽ ത്രോട്ടിൽ റെസ്പോൺസ് അപാരമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കൂൾ ആൻഡ് കാം ആൻഡ് ക്വൈറ്റാണ് എന്നൊക്കെ നമുക്ക് എടുത്ത് പറയാം. പക്ഷെ വേറെ കാര്യമുണ്ട്, ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ള് കൊടുക്കുന്ന സമയത്തില്ലേ ഇതുണ്ടല്ലോ, ആ ഒരു വലിക്കൽ നമ്മൾ എടുത്ത് പായുന്ന ആ ഒരു ഫീൽ, അത് കുറച്ചൊരു ഹെവി ഫീലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് പാറിപ്പോകുന്നൊരു ഫീലൊന്നുമില്ല. അത്യാവശ്യം വെയിറ്റാണ്, അതുപോലെ തന്നെ അത്യാവശ്യം ഗ്രൗണ്ടഡ് ആണ് എന്നുള്ളൊരു ഫീൽ ശരിക്കും നല്ലോണം കിട്ടുന്നുണ്ട്. കാരണം ഒരു കനമുള്ളൊരു സാധനം വലിക്കുമ്പോൾ അല്ലെങ്കിൽ കനമുള്ളൊരു സാധനത്തിലിരുന്ന് നമ്മൾ മൂവ് ചെയ്യുന്ന ആ ഒരു ഫീൽ അത് ശരിക്കും ഉണ്ട്. നല്ല ഡ്രൈവ്
എന്ന് എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. പിന്നെ ഞാൻ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, കുറച്ചൊരു എന്താ പറയുക റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ എന്നൊക്കെ പറയും. അപ്പം ശരിക്കും ഇങ്ങനൊരു വണ്ടി, അതായത് ഇനീഷ്യലി നമുക്ക് അത്രയും നല്ല ടോർക്ക് കിട്ടുന്ന, അത്രയും നമ്മൾ ആ ഒരു ഫീല് തരുന്ന ഒരു വാഹനം, അത് കൊണ്ടു നടക്കുന്ന ആ ഒരു കൺട്രോൾ യൂണിറ്റ്, അത് അതിൻ്റെ ആ ഒരു പക്വത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും. പിന്നെ ഈ വിസിബിലിറ്റി ഓക്കെയാണ്, പക്ഷേ റിയർ വിസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഓക്കെയാണ്, അതായത് അത്യാവശ്യം ഞാൻ സീറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു വിസിബിലിറ്റി എനിക്കുണ്ട് എന്നുള്ളതാണ്. ഡ്രൈവറിനിടയിൽ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു പറയില്ല, ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ട് കേട്ടോ. സംഭവിച്ചു കഴിഞ്ഞാൽ സ്വീഡിഷ് ഫ്ലാഗാണ്, സ്വീഡൻ്റെ ആ ഒരു സ്വീഡിഷ് നിർമ്മാണ മികവും ആ ഒരു സ്വീഡിഷ് ലെഗസീനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. വെറുതെ ഒരു രസം. ഇനി ഇതിന് ഇടയിലൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം, ഇതിനകത്ത് കുറച്ചൊരു അഡാസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ്, അതേപോലെ തന്നെ നമ്മളുടെ എമർജൻസി ബ്രേക്കിംഗ് വോൾവോയിൽ ഭയങ്കര ഫേമസ്. അപ്പോൾ അത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്തും ആ ഒരു എമർജൻസി ബ്രേക്കിന് സപ്പോർട്ട് കിട്ടുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് നമ്മൾ 360 ഡിഗ്രി ക്യാമറ വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഒരു ട്രാഫിക് കഞ്ചക്ഷൻ ഇടയിലേക്ക് നമ്മളിപ്പോൾ കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ 360 ഡിഗ്രി ക്യാമറ ഇനാബിൾ ആവും, നമുക്ക് ഇതിനകത്ത് വിസിബിലിറ്റി കാണിക്കും എന്നുള്ളതാണ്. വോൾവോ ഈസ് ഓൾവേസ് വോൾവോ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, സീറ്റ് ബെൽറ്റ് കണ്ടുപിടിച്ചത് അവരാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവർ ആ ഒരു കാര്യത്തിലും C40യുടെ കാര്യത്തിലും മോശം വരുത്തിയിട്ടില്ല എന്ന് ചുരുക്കം. മറ്റൊരു കാര്യം, ഇതിൻ്റെ പ്രൈസാണ് 63 ലക്ഷം രൂപയാട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എക്സ്ഷോറൂം ഓൺ റോഡ് പ്രൈസ് അല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, 171 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നേരത്തെ അപേക്ഷിച്ച് കുറച്ചൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ XC40നെ അപേക്ഷിച്ച്. പക്ഷേ XC40യുടെ സെയിം വീൽ ബേസ് ആണ്, സെയിം ലെങ്ത് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ഏറെക്കുറെ സെയിം തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ചൊരു ചെറിയൊരു കോംപ്രമൈസ്. എനിക്ക് 2 മില്ലിമീറ്റർ 3 മില്ലിമീറ്റർ ഒക്കെ. പിന്നെ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, സ്പീഡ് 4.7 സെക്കൻഡാണ് 0 to 100. ശരിക്കും ഇവിടെ 0 to 100 ഇപ്പം എനിക്കിത് ചെക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം അത്യാവശ്യം നല്ല റഷാണ് റോഡ്. മോർണിംഗ് സമയം ആയതുകൊണ്ട് തന്നെ കൊച്ചി ട്രാഫിക് ആസ് യൂഷ്വൽ. XC40 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 2 സെക്കൻഡിൻ്റെ കൂടുതൽ പെർഫോമൻസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഈ വാഹനം ഓടിക്കുന്ന സമയത്തേ നല്ലൊരു ഫീൽ ഗുഡ് ഡ്രൈവ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ കർവൊക്കെ എടുക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആണ് സ്പീഡിൽ ഓടിച്ചെടുക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ യൂ ടേൺ ഒക്കെ എടുക്കുന്ന സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള വോൾവോയുടെ വാഹനമാണ്. നമുക്കൊക്കെ അറിയാം, കൊച്ചിയിലെ ഡീലർഷിപ്പ്, അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു വോൾവോ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വോൾവോയുടെ അടുത്ത് C40 മാത്രമല്ലല്ലോ, XC40 ഉണ്ട്, XC40 റീചാർജ് ഉണ്ട്. ഞാൻ എപ്പോഴും XC40 എന്ന് പറയുന്നത് ഞാൻ XC40 റീചാർജിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് XC40 IC എഞ്ചിൻ ഉണ്ട്, XC40 റീചാർജ് ഇലക്ട്രിക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡാസിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള വോൾവോയുടെ വാഹനമാണ്. അപ്പം XC40 ഉണ്ട്, അതുപോലെ തന്നെ XC90 ഉണ്ട്, V60 ഉണ്ട്, V90, അങ്ങനെ ഒരുപാട് ലൈനപ്പുകൾ വോൾവോക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം, ഒന്ന് പരിചയപ്പെടണം, അല്ലെങ്കിൽ ഒന്ന് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കേരള വോൾവോയെ ബന്ധപ്പെടാം എന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറയണം. അപ്പം വളരെ പെട്ടെന്ന് നമ്മൾ നടത്തിയ ടെസ്റ്റ് ഡ്രൈവ്, അതിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഒരു ഇലക്ട്രിക് വാഹനം എന്നതിനൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയി തോന്നുന്നത് ഡ്രൈവ് ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ ആ ഒരു വെയിറ്റും ആ ഒരു കോൺഫിഡൻസും ഒക്കെയാണ് എന്നുള്ള ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം താങ്ക്സ് ടു ഷിൻഡോ സാർ, പിന്നെ അതുപോലെ തന്നെ താങ്ക്സ് ടു കേരള വോൾവോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.